ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സഡാക്കോ കുക്കിനെ നിർമ്മിച്ചാലോ? അതിനായി ഞാനിവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിനെ ഇങ്ങനെ കോണോട് കോൺ മടക്കി ബാക്കി വരുന്ന ഈ ഭാഗത്തെ മുറിച്ച് മാറ്റി ഇതിനെ നമുക്കൊരു സമചതുരമാക്കി മാറ്റണം. അപ്പം അതിനു വേണ്ടി ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ മടക്കി നന്നായി അത്രയും ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്തതിന് ശേഷം ഈ പേപ്പറിനെ, ഈ ഒരു സമചതുര പേപ്പറിനെ ഇങ്ങനെ കോണോട് കോൺ മടക്കി 4 സൈഡുകളും മടക്കിയതിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ നടുവിലൂടെ മടക്കുക. അതേ രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഓരോ മടക്കുകളിലും ആ വരകൾ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. ഇനി ഇത്തരത്തിൽ മടക്കിയതിന് ശേഷം ആ 2 കോണോട് കോൺ ചേർത്ത് അതിന് ഉള്ളിലേക്ക് മടക്കി നമുക്ക് വീണ്ടും ഒരു ചെറിയ സമചതുരം നിർമ്മിക്കാം. അത് ഇത്തരത്തിൽ കോണോട് കോൺ ചേർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ചെറിയ സമചതുരം ലഭിക്കും. ഇനി ഈ സമചതുരത്തിൽ ഈ തുറന്നിരിക്കുന്ന ഭാഗമുണ്ട്, അതുപോലെ അടഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. അതിൽ ഈ തുറന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് അതിനുശേഷം തോണിക്കൊക്കെ ഓരോ മടക്കുന്ന രീതിയിൽ അപ്പോൾ ഈ തരത്തിൽ നമ്മൾ മടക്കിയ ഓരോ വരകളും അതേ രീതിയിൽ അതിനുശേഷം ഈ താഴെയുള്ള വരയിൽ അമർത്തത്തിൽ അതിന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം മുകളിൽ തുറന്ന ഭാഗത്ത് നിന്നും ഇങ്ങനെ പുറകിലേക്ക് മടക്കുമ്പോൾ നമുക്കൊരു തോണി ഷേപ്പിൽ ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കിയ വരകളിലൂടെ താഴെയിട്ട് വരുന്ന ഒരു ചെറിയ ത്രികോണ ഭാഗം കൂടെ നമുക്ക് മുകളിലേക്ക് മടക്കി കൊടുക്കാം. ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു അടിവശം നന്നായി ചേർത്ത് മുകളിലേക്ക് മടക്കാം. അപ്പം ഇത്തരത്തിലായിരിക്കും നമുക്ക് ഈ രൂപം കിട്ടുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ അതേ രീതിയിൽ മടക്കിയ ഭാഗങ്ങൾ തുറന്ന് താഴെയുള്ള വരയുടെ അമർത്തിയതിന് ശേഷം ആ തുറന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ പിറകിലേക്ക് വലിച്ച് ഒരു തോണി ഷേപ്പിൽ ചെയ്യുന്നു. വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത അതേ രീതിയിൽ ആ ഓരോ മടക്കുകളും മടക്കി ആ ഭാഗത്തെയും കൂടെ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും ആ പേപ്പർ കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയ രീതിയിലും മറ്റൊരു ഭാഗം അടഞ്ഞ്, എന്നിട്ട് വീണ്ടും നമ്മളതിനെ ഒന്ന് നിവർത്തി ഒരു സൈഡിലേക്ക് അമർത്തി 2 സൈഡും അങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന ഭാഗം സൈഡിലേക്ക് അമർത്തി തുറന്ന് ഇതേ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ മുകളിൽ 2 തുറന്ന ഭാഗങ്ങളും അടിഭാഗത്ത് അടഞ്ഞ ഭാഗമായിട്ട് പേപ്പറിൽ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഈ മുകളിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 ഭാഗങ്ങളാണ് നമുക്ക് ഒരു വാലും കൊക്കുമായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് അകത്തണം. കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലേക്കും അതിനിങ്ങനെ നിവർത്തി വയ്ക്കാം. ഇനി അതിനുശേഷം താഴെ വരുന്ന ഈ ത്രികോണ ഭാഗം നമുക്ക് ചിറകുകളായിട്ട് മുകളിലേക്ക് മടക്കാം. ഇതേ രീതിയിൽ അതിൻ്റെ ബാക്ക് വശത്ത് വരുന്ന ത്രികോണ ഭാഗത്തിനെയും കൂടെ നമുക്ക് മുകളിലേക്ക് മടക്കാം. ഇപ്പോൾ നമ്മൾ കൊക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം വാലും ഒരെണ്ണം കൊക്കുമാണ്. അപ്പോൾ ആ കൊക്ക് വരുന്ന ഭാഗം നമുക്കൊന്ന് മടക്കി ചെറുതായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, ഒരു കണ്ണ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കൊക്ക് ഭാഗം ഇതുപോലെ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ കണ്ണൂടെ മാർക്ക് ചെയ്താൽ നമ്മുടെ സഡാക്കോ ബേർഡ് റെഡിയാണ്.
അപ്പോൾ ഞാൻ കണ്ണൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാവരും സഡാക്കോ ബേർഡിനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.